ഈ ഇൻട്രസീമംഗള എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് ഇനമാണോ? ഹൈബ്രിഡ് ഇനം. ഇതുപോലെ നിൽക്കുന്നുണ്ട്, നിറച്ചതൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത്. ഈ ഇൻട്രസീമംഗളയുടെ ഒരു പ്രത്യേകതയാണോ ഈ 3-ാം കൊല്ലം തന്നെ ഇങ്ങനെ കായ്ക്കുക എന്നുള്ളത്? ഇൻട്രസീമംഗളയ്ക്ക് ഇത്തിരി പ്രത്യേകതയുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് സയന്റിസ്റ്റ് ഉണ്ട് CPCRI-യിൽ. നമ്മളിപ്പോ കർണാടകയിലാണല്ലോ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിലും ഈ രീതിക്ക് ഒരു ആദായം നമുക്ക് അവിടെ കിട്ടുമോ? കേരളത്തിൽ കിട്ടുമോ? കിട്ടും. ഒരു വർഷം നമ്മൾ ശരാശരി എന്തുമാത്രം തൈകൾ കൊടുക്കുന്നുണ്ട്? നമുക്ക് വർഷം ഒരു 30,000 തൈ. ഈ പച്ച അടയ്ക്ക, ഈ ഷേപ്പ് കുറവുള്ളത്, ഇതൊന്നും നമ്മൾ വിത്തിനെടുക്കില്ല. ഈ നല്ല അടയ്ക്കകൾ മാത്രമേ വിത്തിനെടുക്കുള്ളൂ. കവുങ്ങ് ഏത് കാലാവസ്ഥയിലും വെക്കാം. നല്ല ആരോഗ്യമുള്ള ഒരു കവുങ്ങിന് 9 ഇലകൾ കാണും. ഇത് കണ്ടോ, ഇതിന്റെ പാളയടുപ്പം കണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8ാമത്തേൽ ഇത് വലിയ ചൊട്ടയാണ് നിൽക്കണം. ഇതിപ്പോ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ വിരിയും. നമ്മൾ ഈ സ്ഥലം വാങ്ങിക്കുമ്പോഴേ ഇത് മൊത്തം കാടായിരുന്നു. അത് മൊത്തം കുറ്റി പറിച്ച് ചാച്ച നല്ല മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ട് പ്ലാന്റ് ചെയ്തതാണ് ഈ കാണുന്ന തോട്ടം. ഈ ഒരു മേഖലയിലോട്ട് വരാനായിട്ട് ചാച്ചൻ എന്നെ കണ്ടമാനം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ചാച്ചന്റെ സപ്പോർട്ടാണ് എനിക്കുള്ളത്. ഇതെല്ലാം ചാച്ചന്റെ കൂടെ തന്നെ നടന്ന് പഠിച്ചതാ. ചെറുപ്രായം തൊട്ട് ചാച്ചന്റെ കൂടെ നടന്ന് പഠിച്ചതാ. ആ എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും ഇത് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ജൈജു, വീട്ടുപേര് മുട്ടത്ത്. ഇത് കർണാടകയിലെ ഹെബ്രി. ഇവിടെ നമ്മുടെ അടുത്ത് 7000 കവുങ്ങുണ്ട് ഈ ഒരു ഫ്ലോട്ടിൽ. അപ്പുറത്തെ ഒരു പറമ്പുണ്ട്, അവിടെ 10000 കവുങ്ങുണ്ട്. അവിടെ ചാച്ചനും അമ്മയും അനിയന്മാര്, അവിടെ അനിയന്മാരാ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ബ്രീഡുകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻട്രസീമംഗള. പുതിയതായിട്ട് 1 വർഷമായ തൈകളുണ്ട്. അതെല്ലാം ശതമംഗള എന്ന് പറയുന്ന പുതിയ വെറൈറ്റിയാണ്. ചേട്ടാ നമസ്കാരം. നമ്മൾ ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട്? നമ്മൾ ഇവിടെ ഇപ്പൊ വന്നിട്ട് 23 വർഷം. ചാച്ചനായിട്ട് ഇവിടെ വന്നതാ. ചാച്ചനാണ് ഈ സ്ഥലം എല്ലാം വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യുന്നത്. ഇതെല്ലാം ചാച്ചൻ പ്ലാന്റ് ചെയ്ത കവുങ്ങ. ലാൻഡ്സ്കേപ്പ് എല്ലാം ഇങ്ങനെ ചെയ്തത് ചാച്ചനാ. പിന്നെ ചാച്ചന്റെ കൂടെ നടന്ന് നമ്മളും ഇത് പഠിച്ചു. പുതിയ തൈയൊക്കെ വെച്ചപ്പോ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്താ വെച്ചേക്കുന്നത്. നമുക്ക് പാലക്കാടും കവുങ്ങ് കൃഷി തന്നെ ആയിരുന്നു. അവിടെ നിന്നാണ് സ്ഥലം വിട്ടിട്ട് നമ്മൾ കർണാടകയിൽ വരുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ ചാച്ചൻ ചെയ്യുന്നത് കണ്ടു പഠിച്ച് വില കുറവുള്ളപ്പോഴും കവുങ്ങ് കൃഷി ലാഭമാണെന്ന് പറഞ്ഞ് ചാച്ചൻ ചെയ്യുന്ന ഒരു കൃഷിയാണ് കവുങ്ങ് കൃഷി. കൊട്ടടയ്ക്കൊക്കെ ഒരു 150 രൂപ വിലയുള്ളെങ്കിലും 3 കിലോ ആവറേജ് കൊട്ടടയ്ക്ക ഒരു കവുങ്ങേന്ന് കിട്ടും. അപ്പൊ ആ രീതിക്ക് നോക്കുമ്പോൾ ഇന്ന് ഈ വില കിട്ടുന്നത് നല്ലൊരു ലാഭകരമല്ലേ? ഇത് ഭയങ്കര ഒരു വില എന്ന് പറയാം. ഇതുപോലെ നമുക്ക് ഒരു വില നേരത്തെ കിട്ടിയിട്ടുണ്ടോ? അതാ ഇടസമയങ്ങളിൽ ഇങ്ങനെ വേരിയേഷൻ വരും. ചിലപ്പോ നല്ല വില വരാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് ഒരു 4 വർഷമായിട്ട് ഈ വില ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു ശരാശരി ഒരു 6-7 കൊല്ലമായ ഒരു മരം, ആ മരത്തെ നമുക്ക് എന്ത് വരുമാനം കിട്ടും? 3 കിലോ 4 കിലോ പരിപ്പ് കിട്ടും. 4 കിലോ പരിപ്പാണെങ്കിൽ ഇപ്പോഴത്തെ വിലയ്ക്ക് കിലോ 420 രൂപ വിലയുണ്ട്. ഇവിടെ 1680 രൂപയുടെ അടയ്ക്ക കിട്ടും ഒരു കവുങ്ങ്. ഒരു കവുങ്ങിന് നമുക്ക് 1680 രൂപയുടെ അടയ്ക്ക നമുക്ക് കിട്ടും. അപ്പൊ ഒരു ഏക്കർ നമ്മളൊരു 500-നും 550-നും ഇടയിലുള്ള കവുങ്ങ് വരും. 500 കണക്ക് കൂട്ടിയാൽ പോലും നമുക്കൊരു 8,40,000 രൂപ ഒരു ഏക്കർ നമുക്കത് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്കൊരു നല്ല ഒരു വരുമാനം ബാക്കിയുള്ള കൃഷികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെയല്ലേ ഇത്? ബാക്കിയുള്ള കൃഷികളെ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇപ്പൊ അത്യാവശ്യം ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ്. അപ്പൊ ആർക്കും ധൈര്യപൂർവ്വം തുടങ്ങാൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണിത്. തുടങ്ങാൻ പറ്റും. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് തൈ നടുന്ന കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന വിത്തും നമ്മുടെ പണിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ അത്യാവശ്യം ആദായം കിട്ടും. ഈ തോട്ടം ഇത് എത്ര നാളാണ് ഇത് ചെയ്തിട്ട്? ഇത് 3 വർഷം. 3 വർഷമായി. ഇത് നമ്മളെ വെച്ചേക്കുന്നത് ഇൻട്രസീമംഗള. നമ്മളിത് എന്തൊരു സ്ഥലത്താണ് ഇതിപ്പോ ചെയ്തേക്കുന്നത്? ഇതൊരു 3/4 ഏക്കർ സ്ഥലം വരും ഏകദേശം. എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് അതിന്റെ? ഇതിനകത്ത് 350 കവുങ്ങ്. ഇപ്പൊ എത്ര അടി ഗ്യാപ്പില്ല നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്? 8 അടി സമചതുരത്തിൽ. 8 അടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ 8 അടി, ഇങ്ങനെ 8 അടി, ഇങ്ങനെ 8 അടി. സമചതുരം 8 അടി നമുക്ക് 8 അടി മതിയോ? അത് 8 അടിയാണ് കറക്റ്റ്. അത് 8.25 ആയാലും കുഴപ്പമില്ല. 9 അടി ആകാനും പാടില്ല, 8 അടി ആകാനും പാടില്ല. മുക്കോണാവുമ്പോ ഇത് ഇങ്ങനെ ത്രികോണത്തിൽ വെക്കാം. ത്രികോണത്തിൽ വെക്കുമ്പോ 9, 8 ആ ഒരു കണക്കിന് വരും.
ഇത് നമ്മള് ഇതിപ്പം ഇതിന് കുഴി എടുത്തേക്കുന്നത് എങ്ങനെ ഹിറ്റാച്ചി വെച്ച് അങ്ങനെ വല്ലതും ഹിറ്റാച്ചിക്കാ കുഴി എടുത്തേക്കുന്നത്, ചെറിയ ഹിറ്റാച്ചിക്കാ കുഴി എടുത്തേക്കുന്നത്. ഇത് 1.5 അടി കുഴി, 1.5 അടി സമചതുരവും 1.5 അടി ആഴമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് തൈയൊക്കെ നട്ട് 1 വർഷം കഴിഞ്ഞപ്പോ വളവിടാൻ വേണ്ടിയിട്ട് അതിന്റെ അകലം കുറച്ച് റൗണ്ട് കൂട്ടിയെടുത്തു. അത് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ചപ്പൊക്കെ ഇട്ട് വെക്കുക ചെയ്ത്. ആദ്യമേ നമ്മൾ അടിവളമായിട്ട് നമ്മൾ സാധാരണ ചെയ്ത് വിട്ടത് ചാണകപ്പൊടി ഇട്ട് വെക്കുക ചെയ്ത്. ചാണകപ്പൊടി ഇട്ടു, പിന്നെ കവർ പൊട്ടിച്ചു വെച്ചപ്പോ 1 സ്പൂണ് ഫാക്ടംബോസ്. നമ്മൾ വർഷത്തിൽ ഒരു 2 ട്രിപ്പ് മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താൽ ഒത്തിരി നല്ലതാണ്. ഇതിപ്പോ നമ്മളിത് 3 കൊല്ലമായെന്ന് പറഞ്ഞില്ലേ, 3 കൊല്ലമായപ്പോഴത്തേനും ഇതെങ്ങനെ ഇത് ചൊട്ടയിട്ട് തുടങ്ങിയതാ? ചൊട്ടയിട്ട് തുടങ്ങി. നന്നായിട്ട് നോക്കുകയാണെങ്കിൽ 2.5 കൊല്ലം ആകുമ്പോൾ ഒരെണ്ണമൊക്കെ ചൊട്ടയിടും. ഒരു 4.5-5 കൊല്ലം ആകുമ്പോഴത്തേനും ഫുള്ള് കവറാവും. ഇതിനുള്ളില് ഇപ്പൊ നമുക്കൊരു 25% ചൊട്ടയിട്ട് നമുക്കൊന്ന് കണ്ടാലുന്നത്. ഇതിപ്പോ 3 വർഷമായിട്ട് 3 വർഷമായിട്ട് ചൊട്ടെടുക്കാം. ഈ ചൊട്ട ഈ കായെല്ലാം നമുക്ക് പിടിച്ച് കിട്ടും, അതേ പൊഴിഞ്ഞു പോകാനോ? ഇല്ല, ആദ്യത്തെ ട്രിപ്പ് ഈ ഒരു ചൊട്ടയുടെ കൊഴിഞ്ഞു പോകും. 2ാമത്തെ 3ാമത്തെ കൊല്ലം വരുമ്പോഴത്തേനും കുറച്ച് നമുക്ക് പിടിച്ചു കിട്ടും. ആദ്യത്തെ കൊല്ലം നമുക്ക് എത്ര കൊല വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നത്? ആദ്യത്തെ കൊല്ലം ഒരു 2 കൊല അത്രയൊക്കെ കിട്ടുള്ളൂ. പിന്നെ 3ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേനും 10 കൊല 11 കൊല വരെയൊക്കെ ഉണ്ടാകാം. പിന്നെ ഒരു 5ാം വർഷമൊക്കെ ആകുമ്പോഴത്തേനും ശരാശരി ഒരു 3 കൊല 4 കൊല 5 കൊല 6 കൊല ആ റേഞ്ചിലോട്ട് വരും. ഈ ഇന്റർസീഡ് മംഗളയുടെ ഒരു പ്രത്യേകതയാണോ ഈ 3ാം കൊല്ലം തന്നെ ഇങ്ങനെ കായ്ക്കുക എന്നുള്ളത്? ഇന്റർസീഡ് മംഗളയ്ക്ക് ഇത്തിരി പ്രത്യേകതയുണ്ട്. പിന്നെ ഇപ്പൊ ശതമംഗള എന്ന് പറഞ്ഞ പുതിയൊരു വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്, അത് ഇതുപോലെ വേഗം ചൊട്ടയിടുന്നുണ്ട്. മറ്റുള്ള വെറൈറ്റികളെ അപേക്ഷിച്ച് ഇത് കുറച്ച് ഹൈറ്റ് വെക്കൽ കുറവാണ്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാര് ഇന്റർസീഡ് മംഗളയിലോട്ട് തിരിയണം. ഇത് നമുക്ക് എങ്ങനെ ഈ വെയിലിന്റെ എങ്ങനെയാ? നമുക്ക് നല്ല സൂര്യപ്രകാശം വേണമെന്നുള്ളതാണ്. നല്ല സൂര്യപ്രകാശം വേണം. തൈ വെക്കുമ്പോ തൊട്ട് നന്നായിട്ട് സൂര്യപ്രകാശം അടിച്ച് വളർന്നാല് ഒത്തിരി നല്ലതാണ്. ഇടവിളയായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമോ ഇതിന്റെ ഇടയ്ക്കൂടെ? അങ്ങനെ ഇടവിള ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇടവിള ചെയ്യുകയാണെങ്കിൽ തന്നെ ഇഞ്ചി, മഞ്ഞള്, ചേമ്പ്, ചേന, പൊങ്ങാത്ത സാധനങ്ങള് ഇടവിളയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം പാള അടുത്ത് കിട്ടും. നമ്മളിത് ഈ കാന കീറിയേക്കുന്നതിന്റെ ആവശ്യകത എന്താണത്? ഇതിപ്പോ നമ്മള് 2 നേരം ഇടവിട്ട് കാന കീറിയിട്ടുണ്ട്. ഇത് കാന കീറുമ്പോൾ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നല്ല നീർവാർച്ച ഉണ്ടാവും. നല്ല നീർവാർച്ച കൂടുന്തോറും നമുക്ക് കേടുകൾ കുറയും. കവുങ്ങിന്റെ വെള്ളം നിൽക്കാൻ പാടില്ലെന്നാണോ? മഴക്കാലത്ത് വെള്ളം നിൽക്കാൻ പാടില്ല. നീർവാർച്ച കൂടുന്തോറും വളർച്ച കൂടും, നല്ല എയർ സർക്കുലേഷൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കീറിയിട്ടുണ്ട്. ഇങ്ങനെ ഹിറ്റാച്ചിക്ക് നമ്മൾ കീറി വിടുവാണ് ചെയ്തേക്കുന്നത്. ഇത് 2 കമുകിന്റെ അപ്പുറം ഇപ്പുറം വെച്ച് കീറി 2 നേരം ഇടവിട്ട് നമ്മൾ കീറും. നമുക്ക് ഈ കമുക് കൃഷിക്ക് വെള്ളം അത്യാവശ്യമാണോ? ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് വെള്ളം ഒന്നും വേണ്ട, ഏത് മലമുകളിലും നല്ല സുഖമായിട്ട് വളർന്നു കയറും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെള്ളം ആവശ്യമാണോ ഇത് ശരിക്കും? നമ്മൾ 3 ദിവസത്തിൽ ഒരിക്കൽ അരമണിക്കൂർ വെച്ച് നനയ്ക്കും. ആഴ്ചയിൽ ഒരു 3 നനയൊക്കെ ചിലപ്പോൾ വരും നമുക്ക്. അപ്പൊ ഒരു ശരാശരി ഒരു മരത്തിന് നമുക്ക് എത്ര ലിറ്റർ നമുക്ക് കിട്ടുന്ന കാണും? നനയ്ക്കുന്ന സമയത്ത് നമുക്കൊരു 50 ലിറ്റർ വെള്ളത്തോളം പോകുന്നുണ്ട്. ഒരു ചെടിക്ക് കിട്ടുന്നുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടെ കിട്ടുന്നുണ്ട്. ഇറിഗേഷൻ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഡ്രിപ്പ് ചെയ്യുന്നവരുണ്ട്, സ്പ്രിംഗ്ലർ ചെയ്യുന്നവരുണ്ട്, വിംഗ്ലർ ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ നനയ്ക്കുന്നവരുണ്ട്. ഇപ്പൊ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തേക്കുന്നത്. 16mm പൈപ്പ് ജെയിൻ കമ്പനിയുടെ. ഇതിന് നമ്മൾ മൈക്രോ ട്യൂബ് എന്ന് പറയും. ഇത് നമ്മൾ വെള്ളം തെറിച്ചു പോകാതിരിക്കാനായിട്ട് ഈ 16mm പൈപ്പിനെ കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുന്നതാണ്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തായിട്ട് ഈ വെള്ളം വീഴും. ഇത് നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് കറക്റ്റ് അതേ പോയിന്റിൽ തന്നെ കറക്റ്റ് വെള്ളം വീഴും. ചോട്ടില് വെള്ളം. പിന്നെ ഇതാണെങ്കിലും നമ്മളൊരു ചെറിയൊരു ഹോൾ ഇതില് ഉണ്ടാക്കിയിട്ട് ഇത് മൈക്രോ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബണ്ടിലായിട്ടാണ് കിട്ടുക. നമുക്ക് എത്ര നീളം വേണോ ആ നീളത്തിൽ മുറിച്ചിട്ട് ഇവിടെ ഒരു ആണിക്ക് ഒരു ഓട്ട ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ കയറ്റിക്കൊടുത്താൽ മതി. അപ്പൊ അത്ര നല്ല രീതിക്കാണ് നനയ്ക്കുന്നുണ്ട്. നനയ്ക്കുന്നുണ്ട്. വെള്ളം നമുക്ക് അത്ര ലഭ്യത ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നനയ്ക്കുന്നതിന് കാരണം ഈ കാ ഇങ്ങനെ പൊഴിഞ്ഞു പോകാതിരിക്കാനും അത് ഈ മരത്തിന്റെ ഒരു ഗ്രോത്തിന് എന്താ നമ്മൾ നോക്കുന്നത്? എത്രത്തോളം നമ്മൾ നനയ്ക്കുന്നോ വേനക്ക് അത്രത്തോളം ആദായം കൂടുതൽ കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഇതിന്റെ ചോട്ട് വെള്ളം കെട്ടിക്കിടക്കലെന്ന് പറഞ്ഞു കേട്ടില്ല, അതിന്റെ എന്താ അങ്ങനെ പറയുന്നത്? പരമാവധി വെള്ളം ഇതിന്റെ ചോട്ടി കെട്ടി നിൽക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ മഹാളി പോലുള്ള രോഗങ്ങൾ കുറയും. നല്ല ആരോഗ്യമുള്ള ഒരു കവുങ്ങിന് 9 ഇലകൾ കാണും. ഇപ്പൊ ഈ മരത്തെ നോക്കിക്കേ, ഇതില് 9ന്റെ മുകളിലുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവുങ്ങ. ഇത് കണ്ടോ, ഇതിന്റെ പാളയടുപ്പം കണ്ടോ? 1 2 3 4 5 6 7 8ാമത്തേല് ഇത് വലിയ ചൊട്ടയാണ് നിൽക്കണം. ഇത് കണ്ടോ, ഇത് ഇത്ര നല്ല വലിയ ചൊട്ടയാണ് നിൽക്കുന്നത്. ഇതിപ്പോ 1 മാസം കൂടെ കഴിഞ്ഞാല് ചൊട്ട വിരിയും. നിലത്തുനിന്ന് ഒരു 3.5 അടി ഹൈറ്റില് താരതമ്യേന പൊക്കം കുറഞ്ഞു നിൽക്കും. ഇന്റർസീഡ് മംഗളയുടെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും അല്ലേ? ഇന്റർസീഡ് മംഗളയുടെ ഒരു പ്രത്യേകതയാണ്. അതെ. ഇതിന്റെ വളമിടുന്ന രീതി അതിനെ കുറിച്ച് ഒന്ന് പറയാം ചേട്ടാ. ഇത് എത്ര പ്രാവശ്യം നമ്മൾ ഇതിന് വളം കൊടുക്കുന്നുണ്ട്? ഇത് നമ്മളൊരു വർഷം ഒരു 15 കിലോ ജൈവവളം, ഒരു വർഷം ആട്ടുംകാട്ടം ഇടും, പിന്നെ ഒരു വർഷം ചാണകപ്പൊടി ഇടും, പിന്നെ ഇടയ്ക്ക് കോഴിവളം മാറി ഉപയോഗിക്കാറുണ്ട്.
മൂന്നും മാറി മാറി ഇങ്ങനെ നമ്മൾ ജൈവവളം ഉപയോഗിക്കും. അതുകൂടാതെ 1 കിലോ രാസവളം ഒരു വർഷം നമ്മൾ ഉപയോഗിക്കും. അത് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാ ഏറ്റവും നല്ലത്. 1 കിലോ വളം ഒരു വർഷം വീഴുന്ന കണക്കില് മാസം അതിനെ ഭാഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ആദായം കൂടുതൽ കിട്ടും. അത്രയ്ക്ക് നല്ലത്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് 2 ട്രിപ്പായിട്ട് മൈക്രോ ന്യൂട്രിയൻസും കൂടെ കൊടുത്താൽ നല്ലതാണ്. ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ, ഇത് 3 നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 3 കൂടെ മിക്സ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. 3 കൂടെ മിക്സ് ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ 200 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ 2 കിലോ ഇടും. ഈ സ്റ്റെയിൻസ് എന്നൊക്കെ പറയുന്ന കമ്പനിയുടെ ന്യൂട്രിഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള വളങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ ലിറ്റർ വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അത് വർഷത്തിൽ ഒരു 2 ട്രിപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. പൗഡർ രൂപത്തില് സിങ്ക്, മഗ്നീഷ്യം, ബോറോൺ, ഇത് 3ഉം നമുക്ക് കിട്ടും. അത് 20 ഗ്രാം വെച്ച് ചെറിയ കുഴി എടുത്ത് അതിനകത്ത് നമ്മളിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോ 12 വർഷമായ തോട്ടമാണ്. 12 വർഷമായി. ഞാനൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് പപ്പ ഇത് ചെയ്യുന്നുണ്ട്. അന്ന് നമ്മൾ ചെയ്തോണ്ടിരുന്ന വെറൈറ്റി അതാ ഇൻട്രസി മംഗള തന്നെ ആയിരുന്നു? ആദ്യമൊക്കെ വെറും മംഗളയായിരുന്നു. പിന്നെ നമ്മൾ കർണാടക വന്നു കഴിഞ്ഞപ്പോൾ ഇൻട്രസി മംഗള, മോഹിത് നഗർ, പല വെറൈറ്റികളിലോട്ട് മാറി. ഈ തോട്ടം നിലവിൽ ഇൻട്രസി മംഗളയാണ്. നമുക്ക് ഇത് എന്നാ മുഴുപ്പുള്ളൊരു തൈയാണ് നമ്മൾ ആദ്യം ഇതിന് വെച്ചിരുന്നത്? ഇത് നമ്മള് കവറിനകത്ത് വെച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോ വെച്ച തയ്യാ. ഈ ഇൻട്രസി മംഗളയിലേക്ക് നമുക്ക് തിരിയാനുള്ള ഒരു കാരണം എന്താ? നമുക്ക് എന്താ അതിന് കൂടുതലൊരു താല്പര്യം തോന്നിയത്? ഇത് പെട്ടെന്ന് ആദായത്തിൽ കയറും. ഒരു 2.5 വർഷം ആകുമ്പോ തൊട്ട് ചെറുതായിട്ട് ചൊട്ടയിട്ട് തുടങ്ങും. മൊത്തത്തിൽ നോക്കുമ്പോൾ ആദായം കൂടുതൽ. നമ്മളിപ്പോ കർണാടകയിലാണല്ലോ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് കേരളത്തിലും ഈ രീതിക്ക് ഒരു ആദായം നമുക്ക് അവിടെ കിട്ടുമോ? കേരളത്തിൽ കിട്ടുമോ? കിട്ടും. കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കേരളത്തിൽ എവിടെയാണോ നന്നായിട്ട് കവുങ്ങുണ്ടാവുന്നത് അവിടെ ഈ കവുങ്ങുകൾ കൊണ്ടുപോയി വെച്ചാലും നന്നായിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുന്ന് തൈകൾ പോകുന്നുണ്ടോ? കേരളത്തിലേക്ക് കയറി പോകുന്നുണ്ട്. വേനൽക്കാലത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഈ പൂവിന് സ്പ്രേ ചെയ്ത് നമ്മള് ഫംഗിസൈഡ് സ്പ്രേ ചെയ്യാറുണ്ട്. അതെന്തിനാ? അത് പൂങ്കുല കരിയാതിരിക്കാൻ, കൊഴിഞ്ഞു പോകാതിരിക്കാനും കരിയാതിരിക്കാനാണോ ചെയ്യാറുണ്ട്. ഈ ഇലയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വല്ല എന്തെങ്കിലും സ്പ്രേയോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഇലയ്ക്ക് ഇപ്പൊ ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതുപോലെ ഇല കരിച്ചില് രോഗമുണ്ട്. ഏത് കമ്പനിയാണ് നമ്മൾ ചെയ്യുന്നത്? അത് പ്രോപ്പിക്കോണസോൾ എന്ന് പറയുന്ന മരുന്നാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അത് 200 ലിറ്റർ വെള്ളത്തിലോട്ട് 1/4 ലിറ്റർ മരുന്ന് ഒഴിച്ചിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. അത് എത്ര പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടതായിരിക്കും? ഒരു വേനൽക്ക് ഒരു 3 ട്രിപ്പൊക്കെ ഇപ്പൊ സ്പ്രേ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് മാസം തൊട്ടാണ് തുടങ്ങുന്നത്? അതൊരു ഡിസംബർ മാസം തൊട്ട് നമ്മളൊരു 1.5 മാസം ഗ്യാപ്പ് വിട്ട് ചെയ്യും. വേനൽക്കാലത്ത് മാത്രമേ അതിന്റെ പ്രശ്നം? വേനൽക്ക് അത് ചെയ്യുള്ളൂ. മഴക്കാലത്ത് നമ്മൾ ബോഡോ മിക്സർ സ്പ്രേ ചെയ്യും. ബോഡോ മിക്സർ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ സ്പ്രേ ചെയ്യും? അത് 3 ട്രിപ്പ് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. 25-30 ദിവസത്തിന് ഇടയിലുള്ള ഗ്യാപ്പിൽ നമ്മൾ അടിക്കും. ബോഡോ മിക്സറിന്റെ അളവ് എങ്ങനെയാണ്? നമ്മളത് 1:1 റേഷ്യോ. അത് ഈ മഹാളി എന്ന് പറഞ്ഞ രോഗം വരും. അത് വരാതിരിക്കാനായിട്ട് നമ്മളൊരു 3 ട്രിപ്പ് 4 ട്രിപ്പ് മഴക്കാലങ്ങളിൽ അടിക്കും. ഇതിന്റെ ആദായം എന്ന് പറയുന്നത് നമുക്ക് വർഷത്തിൽ മുഴുവൻ നമുക്ക് ആദായം കിട്ടും? അതേ ഒരു നിശ്ചിത കാലയളവുണ്ടോ അതിന്? 4 മാസമാണ് ഇത് നമ്മൾ അടയ്ക്ക പറിക്കുന്നത്. പിന്നെ നമുക്ക് ഇടസമയങ്ങളിൽ കിട്ടും, മഴക്കാലത്തൊക്കെ കിട്ടും. അത് നമ്മൾ പഴുക്കായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ സോളാർ ഡ്രയർ ഉണ്ട്, അതിനകത്ത് ഇട്ട് ഉണങ്ങും. നമ്മളിത് എങ്ങനെയാ? ഇത് പച്ചടക്കായിട്ടാണോ ഉണക്കായിട്ടാണോ നമ്മളിവിടെ മാക്സിമം ഉണക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഏതിന്റെ തൈകൾ കൂടുതലായിട്ടും കൊടുക്കുന്നത്? നമ്മൾ ഇൻട്രസി മംഗളയാ നമ്മുടെ അടുത്ത് മെയിൻ ആയിട്ട് കൂടുതലായിട്ടുള്ളത്. ഇൻട്രസി മംഗളയാ. ഒരു വർഷം നമ്മൾ ശരാശരി എന്തുമാത്രം തൈകൾ കൊടുക്കുന്നുണ്ട്? നമുക്കിവിടെ ഉത്പാദനം വർഷം ഒരു 30,000 തൈ ഉത്പാദിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന്റെ ഇൻട്രസി മംഗളയുടെ വിത്ത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ തോട്ടത്തിൽ തന്നെ അത് ആദ്യം നമ്മൾ വേറൊരു ചേട്ടന്റെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വെച്ചു. ഈ ശതമംഗള എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു ഫ്രണ്ട് സയന്റിസ്റ്റ് ഉണ്ട് CPCRI. അപ്പൊ അവര് ആദ്യമായിട്ട് സാമ്പിള് കുറച്ച് കവുങ്ങ് കർഷകർക്ക് കൊടുക്കും. അപ്പോൾ അതിലൊരു 70 കവുങ്ങ് അവർ ആദ്യം കൊടുത്തത് ഇന്നെടുത്ത വിത്താണ് ഇപ്പൊ പുതിയതായിട്ട് വെച്ചിരിക്കുന്നത്. ഒരു അടയ്ക്ക പാകാൻ നേരത്ത് അതിന്റെ വിത്ത് എടുക്കുമ്പോൾ നമുക്ക് ഈ മരത്തിൽ നെല്ലായിട്ട് നമുക്ക് വിത്തെടുക്കാൻ പറ്റുമോ? അതാണ് നമുക്ക് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒരു വിത്തെടുക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ചേട്ടൻ എങ്ങനെ വിത്തെടുക്കുന്നത്? നമ്മള് വിത്തെടുക്കുന്നത് നല്ല കാഫലം ഉള്ളതിന്റെ നോക്കി പാളയെടുപ്പ് നോക്കും. നമ്മള് മെയിൻ ആയിട്ട് നന്നായിട്ട് പാള അടുത്തേക്കുന്ന കവുങ്ങിന്റെ നല്ല കാഫലമുള്ള കവുങ്ങ്. വലിയ അടയ്ക്ക പിടിക്കുന്ന കവുങ്ങിന് കൊലയിൽ എണ്ണം കുറവായിരിക്കും. ചെറിയ അടയ്ക്ക ആണെങ്കിൽ കണ്ടമാനം എണ്ണം പിടിക്കും ചില കവുങ്ങുകളിൽ. അപ്പൊ നമ്മളൊരു മീഡിയം സൈസാണ് കൂടുതൽ നോക്കാറ്. വരുന്ന വർഷത്തേക്ക് നന്നായിട്ട് കായ്ക്കുന്ന കവുങ്ങാണെങ്കിൽ അതിന്റെ പാള വീർത്തിരിക്കും. അതും കൂടെ നമ്മൾ നോക്കും. നമ്മുടെ തോട്ടത്തിൽ നമുക്കറിയാം ശരാശരി നന്നായിട്ട് കായ്ക്കുന്ന കവുങ്ങുകൾ, അതിനെ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് വിത്ത് എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അല്ലാതെ നമുക്ക് അടച്ച ഒരു ഈ തോട്ടത്തിൽ എല്ലാം കൂടെ നമുക്കൊരു വിത്തെടുക്കുന്ന ഒരു പരിപാടി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ ഈ തൈ എടുക്കാൻ നേരത്തെ ഇത്ര കൊല്ലം പഴക്കം ചെന്ന ഒരു കമുകൻ തൈ എടുക്കണം, അങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ടോ നമ്മള്?
അങ്ങനെ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രിഡ് വെറൈറ്റികൾ നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് തോന്നുന്നത് 10 വർഷം 13 വർഷമൊക്കെ ആയ കവുങ്ങ് തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന നല്ലതായിട്ട് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ തൈ നമ്മൾ കൂടെ പാകിയിട്ട് നമ്മൾ എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മളത് മണ്ണിലേക്ക് നടാൻ നമുക്കൊന്ന് റെഡി ആകുന്നത്? ഒരു 4 മാസം തൊട്ട് നമുക്ക് നട്ടു തുടങ്ങാം. 4 മാസം തൊട്ട് മുമ്പോട്ട് ഒരു 8 മാസം വരെയൊക്കെ പുതിയ തൈയായിട്ട് നമുക്ക് വെക്കാം. അത് കഴിയുമ്പോഴും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വെക്കുന്ന ഒരു സമയമുണ്ടോ? അത് ഏത് കാലാവസ്ഥ നമുക്ക് വെക്കാൻ പറ്റുമോ? അത് കവുങ്ങ് ഏത് കാലാവസ്ഥയിലും വെക്കാം. നല്ല വേനക്ക് വെക്കുമ്പോ ഇല പൊള്ളാതെ ഒന്ന് നോക്കിയാൽ മതി. മറവെല്ലാം കുത്തി കൊടുക്കണം. മറ കുത്തി കൊടുത്താലും കുഴപ്പമില്ല. ജയചേട്ടാ, നമ്മൾ ഇതിന്റെ ഇടയ്ക്കൂടെ എന്താ നമ്മൾ നട്ടാക്കുന്നത്? ഇത് മഞ്ഞൾ നട്ടതാ നമ്മള്. ഇടവിളയായിട്ട് ചെയ്തത്? ഇടവിളയായിട്ട് കൃഷി ചെയ്തതാ. ഇതൊരു പ്രതിഭ എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റി മഞ്ഞളാ. ഇത് കുറെ വർഷമായിട്ട് ചാച്ചൻ ഇങ്ങനെ കളയാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇതിന്റെ എന്താ പ്രത്യേകത? ഇതിൽ കുർക്കുമിന്റെ കണ്ടന്റ് കൂടുതലുണ്ടെന്നാ പറയുന്നത്. പിന്നെ നല്ല വിളവാ. ഒരു 5 കിലോ 6 കിലോ കിട്ടും. ഇതിപ്പോ എന്നാ പ്രായമാക്കാവുക നമുക്ക് ഇവിടെ നിൽക്കുന്നത്? ഇതിപ്പോ ഒരു 6-7 വർഷം പ്രായമായ കവുങ്ങ്. അപ്പം ഇത് നല്ല ചെറുപ്പത്തിൽ തന്നെ പൊക്കം കുറഞ്ഞു തന്നെ നല്ല കുറ്റിച്ച് തന്നെ നമുക്കിത് കായ്ക്കുന്നുണ്ട്. അതൊന്ന് കണ്ടാലോ നമുക്ക്? ഇത് നമുക്കിപ്പം ഇത് ഈ പൊക്കം തന്നെ ഇത് കാഴ്ച കിട്ടുമല്ലേ? ഇത് താഴ്ന്ന് കായ്ച്ചതാ. ഇതിനെക്കാട്ടിലൊക്കെ ഇത്രയും താഴ്ന്ന് കായ്ച്ചു തുടങ്ങിയ കവുങ്ങ. ഓഹോ, അത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത് കാഴ്ച? എല്ലാം കായ്ച്ചാണെന്നൊന്നുമില്ല. ഇത് കണ്ട, ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചു പോയ കൊലകളാ. ഇതെല്ലാം കഴിഞ്ഞ കൊല കുറച്ച് പറിച്ച് ഇറങ്ങിയതാണത്. ഇതേന്നിപ്പോ ഈ വർഷം ഈ 2 കൊല പറിച്ചിറങ്ങിയതാ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിക്ക് ഇത് കായ്ച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ കായ്ച്ച കവുങ്ങ. ഇത് കണ്ട, ഇത് നോക്കി അറിയാം. ഇതൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കൊലകൾ പറിച്ചു പോയതാ. ഓഹോ, ഇത് അതിന്റെ പാടാണ് ഈ കിടക്കുന്നത്. കൊലകളുടെ ഈ കൊല പറിച്ചു പോയ പാടാ ഈ കാണുന്ന പാടുകൾ. ഇത്തരൊക്കെ നമുക്ക് എത്ര അടക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഇതെല്ലാം ഒരു 3 കൊല 4 കൊല നല്ല കൊലകൾ കിട്ടും. ഇനി ഇത് കൊല കയറി വരാനുള്ള ഇങ്ങനെ ഇത് വീർത്ത് ഇങ്ങനെ നിൽക്കുന്നത് ഇനിയും പൊട്ടാനുള്ള കൊലകളാ. ഇതിപ്പോ ഒരു 4 വർഷം പ്രായമായ 4 വർഷം പ്രായമായ കമുകായത്. ഇതിപ്പോ എത്ര ചൊട്ട വന്നിട്ടാണ് എത്താല്? ഇതിലിപ്പോ നിലവിൽ ഈ ഒരു ചൊട്ട പൊട്ടി. ഇതിന് ഈ പാള വീർത്ത് നിൽക്കുന്ന കാണുമ്പോ തന്നെ അറിയാം. ഇതിനകത്ത് 2 ചൊട്ടയുണ്ട്. ഇനി അത് കൂടാതെ 3-4 ചൊട്ടയും കൂടെ ഇതിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യ കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ ചൊട്ടയുടെ എണ്ണം കൂടുതലായിട്ട് വരും. പിന്നെ എണ്ണം കുറയും. ഇതിപ്പോ ഈ രീതിക്ക് നിൽക്കുന്ന സാധനം ഒന്ന് പഴുത്ത് വരണമെങ്കിൽ എത്ര നാളാണ് നമുക്ക് ആവശ്യം വരുന്നത്? അത് വരുന്ന വർഷം ഈ സമയമാകുമ്പോ പഴുക്കും. ഇത് വരുന്ന വർഷം ഈ സമയമാകുമ്പോഴാണ് പഴുത്ത് വരുന്നത്? വരുന്ന വർഷം ഈ സമയമാകുമ്പോഴാണ് പഴുത്ത് വരുന്നത്. ഓഹോ, അത് ശരി. അത്രയും താമസം വരുന്നുണ്ട്. ഇങ്ങനെ ചൊട്ടയിട്ട് നിൽക്കുന്ന മരത്തിന് കൂടുതലായിട്ട് വെള്ളം കൊടുക്കുക, കൂടുതൽ പരിചരണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? സാധാരണ നോക്കുന്ന പോലെ നോക്കിപ്പോയാൽ മാത്രം നോക്കിപ്പോയാൽ മതി. ഇത് ഇൻട്രസി മംഗള തന്നെയല്ലേ? ഇത് ഇൻട്രസി മംഗള തന്നെ. ഇത് നമ്മുടെ പിള്ളേരെ നിലത്ത് നിന്ന് അവരുടെ കൈ പോലും എത്തുന്ന രീതിക്ക് ചെറിയൊരു അത്ര ചെറുപ്പത്തിന് ഇത് കഴിച്ചിട്ടുണ്ട്. അതെ, കഴിച്ചിട്ടുണ്ട്. ഇത് എന്നാ പ്രായമുള്ളതാ? ഇതിപ്പോ ഒരു 3 വർഷമായിട്ട്. ഇതിപ്പോ ഇവിടെ ഒരു ചൊട്ട വന്നു. ഇത് പുറകിൽ ചൊട്ട വന്നു. ഇതിന്റെ ഇടയിലെല്ലാം ഇനി ചൊട്ടകളാ. ഇതെല്ലാം ഒരു 6-7 ചൊട്ടകൾ വരും. 6-7 ചൊട്ടകൾ വരും. 4 കൊല്ലം പ്രായമായുള്ളൂ. 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തിലോട്ട്. 3 വർഷം കഴിഞ്ഞോളൂ. നല്ല വണ്ണം, അടിവണ്ണം നല്ല കാര്യം. അതെ. ഇത് കായ്ക്ക് എങ്ങനെയുണ്ട്? വലിപ്പം എങ്ങനെയുണ്ട്? ബാക്കി ആദ്യം കായ്ക്കുന്ന വണ്ണം മുഴുപ്പൂർവ്വം എല്ലാം കാണും? ഏറ്റക്കുറച്ചിലൊന്നും വരികയില്ല. സാധാരണ ഒരുപോലെ തന്നെ നിൽക്കും. സാധാരണ വലിയ മരത്തെ കായ്ക്കുന്ന അതേ രീതി തന്നെ മുഴുപ്പ് തന്നെ നമുക്ക് കായ്ച്ച് കിട്ടും. ജയചേട്ടാ, നമ്മളിപ്പോ ഇത് പറിക്കാൻ പോകുന്നത് ഇതിപ്പം വിത്തടക്കായ്ക്ക് വേണ്ടിയുള്ള ഇതാണ് പറിക്കുന്നത്. വിത്തടക്കയ്ക്ക് വേണ്ടിയാ. നമ്മൾ എന്താ ഈ വിത്തടക്കായ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്താ ഈ കമുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? കവുങ്ങിന്റെ ഒരു ശക്തി നമ്മൾ നോക്കും. പിന്നെ അത് അടയ്ക്ക ഒരു മീഡിയം സൈസ് നോക്കിയാൽ നമ്മൾ സാധാരണ എടുക്കാറ്. പിന്നെ അതിന്റെ പാളയെടുപ്പം. അടുത്ത കൊല്ലത്തേക്കുള്ള ഇത് വീർപ്പ് നോക്കും. എല്ലാം മരത്തേക്കും നമ്മളിങ്ങനെ വിത്തടക്കായിട്ട് എടുക്കാറില്ല. ഇല്ല. പിന്നെ നല്ല തിങ്ങി നിൽക്കുന്ന കൊലകളുടെ എടുക്കാറുള്ളൂ. ഓഹോ, ഇതിപ്പോ എത്ര കൊല കാണും? ഇതിപ്പോ ഒരു 400 അടയ്ക്ക കാണും ആ കൊലയില്. കാണും. അതുപോലെ തന്നെ നമ്മൾ ഈ പാളയെടുപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഇത്തനാണോ നോക്കുന്നത്? പാളയെടുപ്പം എത്ര അടുത്ത് വരുന്ന ഒരു മീഡിയം അടുപ്പം നമ്മൾ നോക്കും. നമ്മളിപ്പോ വിത്തറയ്ക്ക് വെച്ചുമ്പോൾ നമുക്ക് എടുക്കാനാണെങ്കിൽ നിലത്തോട്ട് ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? അതാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെ പിടിച്ചെടുത്താല് അത് ചതവൊന്നും കൂടാതെ നമുക്ക് കിട്ടും. ഇത് നമുക്കിത് എന്തുമാത്രം അടയ്ക്കാനുണ്ടെന്ന്? ഇത് ഏകദേശം 400 അടയ്ക്ക കിട്ടും. 400 അടയ്ക്ക ഇതാലുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ഈ പച്ച അടയ്ക്കെല്ലാം മാറ്റും. ഈ നല്ല ഈ സൈസിലുള്ള നല്ല റൗണ്ട് അടയ്ക്കാൻ നോക്കിയിട്ട് വിത്തിനെടുക്കുക. അതിന് ആവറേജ് ഒരു സൈസ് നോക്കുന്നുണ്ട്. അത് വലിപ്പം കുറഞ്ഞാണ്. ഇതിനുള്ളിൽ നിന്ന് നമ്മൾ ഇതെല്ലാം മാറ്റും. ഈ പച്ച അടയ്ക്ക, ഈ ഷേപ്പ് കുറവുള്ളത്, ഇതൊന്നും നമ്മൾ വിത്തിനെടുക്കില്ല. ഈ നല്ല അടയ്ക്കകൾ മാത്രമേ വിത്തിനെടുക്കുള്ളൂ. ഇതിന്റെ ഒരു സൈസിനെ കുറിച്ച് ഇതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ? ഇതിപ്പോ ഒരു മീഡിയം സൈസാ.
ഇത് വലിയ അടയ്ക്കാന്ന് പറയാനും പറ്റില്ല, തീരെ ചെറുതെന്നും പറയാൻ പറ്റില്ല. ഓ, ഇതാണ് നമ്മുടെ മീഡിയം സൈസ് വരുന്നത്. ഈ സൈസാണ് പാകാൻ നല്ലത്. ഇന്റർസീ ബംഗാളിന്റെ മീഡിയം സൈസ് അടയ്ക്കാന്ന് പറഞ്ഞ ഇതാണ്. ചെറിയ അടയ്ക്കാവുമ്പോ കൊലയിൽ പിടുത്തം കൂടും, വലിയ അടയ്ക്കാവുമ്പോ കൊലയിൽ പിടുത്തം കുറയും. ഓ, മീഡിയം ആകുമ്പോൾ ഒരു ആവറേജ് നമുക്ക് കിട്ടും. ഈ ഒരു അടയ്ക്ക നമുക്ക് അങ്ങനെ തൂക്കം പറയാൻ പറ്റുമോ? അങ്ങനെ 800 അടയ്ക്ക 38 കിലോ വരും. ഇത് വരും പച്ച അടയ്ക്ക. ഇതിന്റെ അകത്ത് നല്ല കാമ്പൊക്കെ ഉള്ള എങ്ങനെയുണ്ട്? അത് അത്യാവശ്യം കാമ്പുണ്ട്, ഉണ്ട്, നല്ല രീതിക്ക് തന്നെ ഉണ്ട്. നല്ല രീതിക്ക് ഉണ്ട്. ഒരു കൊലയിൽ ഒരു 400 അടയ്ക്ക വെച്ച് കണക്ക് കൂട്ട്, 1200 അടയ്ക്ക ഒരു കവുങ്ങ കിട്ടും. ചിലത് ഈ 1200 എന്നുള്ളത് 2000-3000 വരെയൊക്കെ കിട്ടും. നമ്മളിപ്പോ പോകുന്നത് ചെറിയ തൈ വെച്ചതിന്റെ അത് ഇത് കഴിഞ്ഞ വർഷം വെച്ച തയ്യ. ചേട്ടാ, നമ്മൾ ഇതിന്റെ അകത്ത് എത്ര കവുങ്ങ് തൈ നമ്മൾ വെച്ചിരിക്കുന്നത്? ഇതിനുള്ളിൽ ഇപ്പൊ 4000 തൈ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൂടെ വെച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോൾ ഇതിന്റെ അകത്ത് ഇറക്കി വെച്ചത്? ആ കൂടെ വെച്ചൊരു 4 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ച തയ്യ ഇത്. ഇതിപ്പം ആവറേജ് എന്ത് വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഇത് നമുക്ക് പൊക്കം പറയുവാണെങ്കിൽ ഇതൊരു മുട്ടപ്പം പൊക്കം, നിലത്തുനിന്ന് മുട്ടപ്പം പൊക്കത്തിൽ നിന്ന് കുറച്ചും കൂടെ മുകളിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ JCB കയറ്റി ഇതെല്ലാം 8 അടി അകലത്തിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇതെല്ലാം ഹിറ്റാച്ചിക്ക് നമ്മൾ കുഴി കുത്തി 1.5 അടി കുഴിയിലാണ് നിൽക്കുന്നത്. 1.5 അടി സമചതുരം, 1.5 അടി ആഴം. ഇനി നമ്മളത് വർഷം കുറച്ച് നമ്മൾ മൂടിക്കൊണ്ടിരും. വളവിട്ട് റൗണ്ട് നമ്മൾ അരിഞ്ഞിറക്കും. അവസാനമാകുമ്പോൾ ഒരു 1/2 അടി കുഴിയേ ഇതിനകത്ത് കാണുള്ളൂ. അരിഞ്ഞിറക്കുന്ന ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാന്നുള്ളത്. അത് ഇപ്പൊ നമ്മള് ഇതിന് ചുറ്റും കുറച്ച് വളവിടുന്നു, റൗണ്ട് വളവിടുന്നു. സൈഡ് ചെറുതായിട്ട് ഇടിച്ചിടിച്ച് നമ്മൾ റൗണ്ട് കൂട്ടിക്കൊണ്ടിരും. അവസാനം ആകുമ്പോൾ ഒരു 1/2 അടി തടം പോലെ നമ്മൾ ഇടും. ഇതിപ്പം നല്ല സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നുണ്ടോ? ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിന്റെ അകത്ത് മറ കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. അതിന്റെ കാരണം എന്നാണ്? കവുങ്ങ് മറ കുത്താതെ ഇങ്ങനെ വെയിലടിച്ച് വളരുന്ന നല്ല. ഈ പൊള്ളലേക്കല്ല അന്നേരം? ഇല്ല, പൊള്ളലേക്കില്ല. ചിലര് പൊള്ളൂന്നൊക്കെ പറഞ്ഞ് മറയ്ക്കും. എത്രത്തോളം വെയിലടിച്ച് വളരുന്നോ അത്രത്തോളം താന്ന് ചൊട്ടയിടും കവുങ്ങ്, കുറ്റിപ്പ് കൂടും. നമ്മൾ ഇതിന്റെ ഇടയിൽ വാഴ, മറ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പൊങ്ങാനുള്ള ടെൻഡൻസി കാണിക്കും. പരമാവധി വെയിലടിച്ച് വളരുകയാണെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ആ കവുങ്ങും തോട്ടം ഇതിന് നല്ല ക്വാളിറ്റി കിട്ടും. ആദ്യത്തെ വർഷങ്ങളില് കുറച്ച് മുരടിപ്പ് വേണോ? അത് അങ്ങനെയാണോ അതിന്റെ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ വർഷം നമ്മൾ കണ്ടമാനം വളവിട്ട് വളർത്തരുത്. ഒരു സാവകാശമൊക്കെ വളർന്ന് 1.5 വർഷമൊക്കെ ആവുമ്പോ നമ്മൾ നന്നായിട്ട് വളമൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ നല്ല പാളയടുപ്പം കിട്ടും, നല്ല കുറ്റിപ്പ് തൈക്ക് കിട്ടും. അങ്ങനെ പ്രത്യേകതയുണ്ട്. വേറെ എരമ്പൊന്നും ഇല്ലാതെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നതുകൊണ്ട് നല്ല കുറ്റിപ്പ് കിട്ടും. ഇത് തൈ നല്ലൊരു വളർന്നു വരുന്ന ലക്ഷണം കാണുന്നത് എങ്ങനെയാ? അതിന്റെ അടിവണ്ണം അതിന്റെ ചോടുവണ്ണം, അതിന്റെ കുറ്റിപ്പ് എല്ലാം നല്ല ലക്ഷണങ്ങളാണ്. ഇതിന് ഈ മരത്തിന് നമുക്ക് വേനൽക്കാലത്ത് പൊള്ളല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾക്ക് പൊള്ളലേക്കും. അപ്പൊ നമ്മള് ബൈറ്റ്സം, ഈ ഹാർഡ്വെയർ കടകളിൽ കിട്ടും ബൈറ്റ്സം. ചിലര് ചുണ്ണാമ്പ് കക്ക നീട്ടിയിട്ട് പശ കൂട്ടി അടിക്കും. ചിലർ ഈ വൈറ്റ്സം എന്ന് പറയുന്നത് ഫെവിക്കോളിന്റെ DDL ഗം എന്ന് പറഞ്ഞൊരു ഗമ്മ് കിട്ടും, ആ ഗമ്മ് കൂട്ടി അടിക്കും. അങ്ങനെ അടിച്ചാൽ നമുക്ക് പിന്നെ പൊള്ളല് ഉണ്ടാകില്ല. 1 വർഷത്തെ പൊള്ളലിനെ തടയും. പിറ്റത്തെ വർഷമാകുമ്പോ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. എന്ത് പൊക്കമുള്ള മരമാണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കാറുണ്ട്? അത് നമ്മളൊരു 20 അടി പൊക്കം വരെയൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് കമുക കയറി പോകുന്നുണ്ട്. ഇത് നാട്ടിലോട്ട് തൈകൾ കൊണ്ടുപോകാറുണ്ട്, വിത്ത് കൊണ്ടുപോകാറുണ്ട്, ആൾക്കാർ വന്ന് കൊണ്ടുപോകാറുണ്ട്. നാട്ടിൽ നല്ല രീതിക്ക് തന്നെ പിടിക്കുന്നുണ്ടോ? ഉണ്ട്. വില കുറവുള്ളപ്പോഴും കവുങ്ങ് കൃഷി ലാഭമാണെന്ന് പറഞ്ഞ് ചാച്ചൻ ചെയ്യുന്ന ഒരു കൃഷിയാണ് കവുങ്ങ് കൃഷി. വിലക്കുറവുള്ള സമയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ 4 വർഷമായിട്ട് ഇങ്ങനെ വില നിൽക്കുന്നത്. ഈ 4 വർഷം മുമ്പ് നമുക്ക് തൊണ്ടോടെ അടയ്ക്കൊക്കെ 120 രൂപ വിലയുള്ളൂ. 150 രൂപ കൊട്ടടയ്ക്കൊക്കെ വില വന്ന സമയമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ 420 രൂപ പുതിയ കൊട്ടടയ്ക്ക വിലയുണ്ട്. ഇപ്പോഴത്തെ വിലയുണ്ട്. അപ്പൊ പണ്ടത്തേക്കാളും ഡബിളിന്റെ മുകളിലും 2 ഇരട്ടി വില കൂടി വന്നു. ഓഹോ. നമുക്ക് ഇതിന്റെ ഈ വിളവ് വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്കത് കിട്ടും? ശരിക്കും ഒരു 3 മാസമാണ് ഇതിന്റെ കറക്റ്റ് വിളവ് സമയം. പിന്നെ ഈ 3 മാസം കഴിഞ്ഞ് മുമ്പോട്ടും പുറകോട്ടും ചെറിയ ചെറിയ വിളവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഒരു 100 കവുങ്ങുണ്ടെങ്കിൽ ഒരു കവുങ്ങ് 2 കവുങ്ങലൊക്കെ ഓരോ കൊല പഴുക്ക കിട്ടും. പിന്നെ നമുക്ക് ആ സമയത്ത് കിട്ടുമ്പോഴുള്ള ലാഭം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പഴുക്കയ്ക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ് മുറുക്കാനായിട്ട്. ആ സമയത്ത് 6 രൂപ 7 രൂപയൊക്കെ എവിടെ അടക്കയില്ലാത്ത സമയത്ത് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സമയങ്ങളിൽ നല്ല വരുമാനമായിട്ട് കിട്ടും. ഈ 3 മാസം ഏതൊക്കെ മാസത്തിലാണ്? നവംബർ, ഡിസംബർ, ജനുവരി ഈ മാസങ്ങളിലാണ് ഇതിന്റെ ആദായ സമയം. എന്റെ വീട്ടില് ഭാര്യയും 3 മക്കളും ഉള്ളത്. അവര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖലയിലോട്ട് വരാനായിട്ട് ചാച്ചൻ എന്നെ കണ്ടമാനം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ചാച്ചന്റെ സപ്പോർട്ടാണ് എനിക്കുള്ളത്. ഇതെല്ലാം ചാച്ചന്റെ കൂടെ തന്നെ നടന്ന് പഠിച്ചതാ. ചെറുപ്രായം തൊട്ട് ചാച്ചന്റെ കൂടെ നടന്ന് പഠിച്ചതാ. ആ എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും ഇത് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.